മതവിദ്വേഷം പരത്തിയെന്ന ഗുരുതര തെറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. അപ്പോൾ തെറ്റു ചെയ്തത് ആരാണെന്ന് കൃത്യമായി പറയണ്ടേ? എത്ര വലിയ ആളായാലും തെറ്റിന് ശിക്ഷ വിധിക്കണ്ടേ? പക്ഷേ ആ തെറ്റ് പ്രധാനമന്ത്രി മോദിയാണ് ചെയ്തതെങ്കിൽ നടപടിയില്ല എന്ന് വരുന്നത് എങ്ങനെ ശരിയാകും? ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന ആക്ഷേപം കൂടുതൽ ശക്തമായി. വോട്ടിനായി മതവിദ്വേഷം പരത്തുന്ന മോദിയുടെ പ്രസംഗ പരമ്പരയുടെ ആരംഭം ഏപ്രിൽ 21-നാണ് രാജസ്ഥാനിലെ ബൻസ്വരായിൽ. പിന്നെ അത് യു.പിയിലെ അലിഗഡിലും കർണാടകയിലെ ബാഗൽകോട്ടിലും ഗുജറാത്തിലെ ബനാസ്കാന്തയിലും ജാർഖണ്ഡിലെ ഛായ്ബസയിലും മധ്യപ്രദേശിലെ ധാറിലും തുടർന്നു. ഏപ്രിൽ 26-ന് നടന്ന രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മോദി മതവിദ്വേഷ പ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അതായത് മോദിയുടെ ഈ മാറ്റത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നത് 102 സീറ്റുകളിൽ മാത്രമാണ്. 441 സീറ്റുകളിലെയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയും വിധം പച്ചയായ വർഗീയ പ്രചാരണം മോദി നടത്തി എന്ന് വ്യക്തം. ഏപ്രിൽ 25-ന് നോട്ടീസ് നൽകിയ കമ്മീഷൻ തീരുമാനമെടുത്തത് മെയ് 22-നും മാത്രം. മോദിക്ക് ആവോളം തോന്നും പോലെ വർഗീയ പ്രചാരണം നടത്താൻ വഴിയൊരുങ്ങി. ഇതൊക്കെ തെറ്റാണെന്നും ആവർത്തിക്കരുതെന്നും BJPയോട് പറയുമ്പോൾ അതൊക്കെ ചെയ്ത ആളിനെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നേതാക്കൾക്ക് പ്രചാരണ വിലക്ക് ഇതേ കമ്മീഷൻ വിധിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രിക്ക് ദോഷമാകാത്ത വിധം തെറ്റിനെ മയപ്പെടുത്തി. JP നദ്ദയ്ക്കും ഖാർഗെയ്ക്കും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലത്ത് ഉപദേശം നൽകി പ്രശ്നം തീർത്തു.